ഹായ്, നമസ്കാരം. എല്ലാവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 4.25 സെൻറ്റ് സ്ഥലത്ത് 1784 സ്ക്വയർ ഫീറ്റ് വരുന്ന മനോഹരമായിട്ടുള്ള വീട് വരുന്നത് പൂക്കാട്ടുപടിയിലാണ്. ഇൻഫോ പാർക്കിലേക്ക് വരുന്ന ദൂരം വെറും 8 കിലോമീറ്റർ ദൂരമാണ്. പൂക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് മാത്രമാണ് അകലം വരുന്നത്. നല്ല ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീട് വരുന്നത്. വീട്ടിൽ നിന്ന് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ മനോഹരമായിട്ടുള്ള എലവേഷനിൽ നല്ല രീതിയിൽ നിർമ്മിച്ച ഒരു വീട്. നമുക്ക് ആ വീട് കാണാം. നേരത്തെ പറഞ്ഞതുപോലെ ഈ കാണുന്ന ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. മതിൽ വളരെ സിമ്പിളായിട്ടുള്ള മതിലാണ് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ എലവേഷനിലേക്ക് വരികയാണെങ്കിൽ ഒരു കണ്ടംപററി ബോക്സി ടൈപ്പാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാം, ബോക്സ് ടൈപ്പ് ഡിസൈൻ എല്ലാം കൊടുത്തിരിക്കുന്നു. 2 ഡിഫറെൻറ്റ് കളർ പെയിൻറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ ഭാഗത്തായിട്ടാണ് ബാൽക്കണി വരുന്നത്. ഈ ഭാഗത്ത് നമുക്ക് ഗ്രൂ ഡിസൈൻ എല്ലാം കാണാം. അപ്പോൾ മൊത്തത്തിൽ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനിൽ നിർമ്മിച്ച ഒരു വീട്. വീടിൻ്റെ പുറത്തെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. റോഡിൻ്റെ അടുത്ത് നിന്നും അതിൻ്റെ എലവേഷനും നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. വീടിൻ്റെ മതിലിലേക്ക് വന്നു കഴിഞ്ഞാൽ സിമ്പിൾ മതിലായിരുന്നു നേരത്തെ പറഞ്ഞു. ഇതാണ് ഗേറ്റ് വരുന്നത്. സ്ലൈഡിങ് ഗേറ്റാണ് നൽകിയിരിക്കുന്നത്. ബ്ലാക്ക് കളർ പെയിൻ്റ് അവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ഫോൾഡിങ് ഗേറ്റും കൊടുത്തിട്ടുണ്ട്. മുറ്റത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ നമുക്ക് കാർ പോർച്ച് എക്സ്ട്രാ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ രണ്ടാമത്തെ വാഹനം ഇവിടെയും പാർക്ക് ചെയ്യാം. മുറ്റത്ത് വിരിച്ചിരിക്കുന്ന ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ആണ്. കിണർ വെള്ളം നമുക്ക് ഇവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ലൊരു മനോഹരമായിട്ടുള്ള കിണർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടെറാക്കോട്ട മറ്റേ നമ്മുടെ ചെങ്കല്ലിൻ്റെ ഡിസൈൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ ചെറിയൊരു ഗാർഡൻ സ്പേസും വരുന്നുണ്ട്. അതുപോലെ തന്നെ വീടിന് ചുറ്റും നമുക്ക് നോക്കിയാൽ അറിയാം, അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സ്പേസ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റ് ഔട്ടാണ്. നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. 2 സ്റ്റെപ്പുകൾ വരുന്നു. ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പില്ലർ ഒരെണ്ണം ഇവിടെ വരുന്നുണ്ട്. അവിടെ നമ്മൾ ആ കിണറിൻ്റെ ഭാഗത്ത് കണ്ട ചെങ്കല്ലിൻ്റെ ഡിസൈൻ വർക്കും കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോർ വരുന്നത് ഇവിടെയാണ്. 2 പാളികളായിട്ടുള്ള മെയിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. തേക്കുട്ടിലാണ് മെയിൻ ഡോർ നൽകിയിരിക്കുന്നത്. 2 ഹാൻഡിലുകളും നൽകിയിട്ടുണ്ട്. മെയിൻ ഡോർ തുറന്ന ലിവിങ് സ്പേസ് ആണ്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ഈ കാണുന്ന ലിവിങ് സ്പേസ് ആണ്. ഇതാണ് ലിവിങ് ഏരിയ. വൈറ്റ് കളർ ടൈലാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, ഇവിടെ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു മൾട്ടിവുഡിൻ്റെ ഡിസൈൻ വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ജനൽ വരുന്നുണ്ട്. പഴയ ജനലുകളുടെ അഴികളെ ഓർമ്മിപ്പിക്കത്തക്ക രീതിയിൽ റൗണ്ട് ഷേപ്പിലാണ് ജനലിൻ്റെ അഴികളെല്ലാം വരുന്നത്. ബോർഡർ വർക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. TV യൂണിറ്റ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. മൾട്ടിവുഡിൽ തന്നെയാണ് TV യൂണിറ്റ്. സെൻറ്റർ ഭാഗത്ത് TV വെക്കാനുള്ള സ്പേസാണ്. ഇവിടെ നമുക്ക് ക്യൂരിയോ സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസുകൾ വരുന്നു. മുകളിൽ ഒരു ലെഡ്ജും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു പാർട്ടീഷൻ വാള് പോലെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നതായി കാണാം. ഒരു ആർക്കി ഡ്രൈവ് ആണിത്. ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് ബെഡ്റൂമും ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതാണ് ഡൈനിങ് സ്പേസ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡൈനിങ് സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. സെയിം ടൈപ്പ് ടൈല് തന്നെയാണ് താഴെ ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വാഷ് കൗണ്ടർ ഇവിടെയാണ് വരുന്നത്. സ്റ്റെപ്പ് ഇവിടെ നിന്ന് മുകളിലേക്കാണ് പോകുന്നത്. അതിന് താഴെയായിട്ടാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഓവൽ ഷേപ്പിലുള്ള മിറർ നമുക്കിവിടെ കാണാം. ഇവിടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എല്ലാം വാൾപേപ്പർ നൽകിയിരിക്കുന്നു. ഇവിടെ വാനിറ്റി കൗണ്ടർ നൽകിയിട്ടുണ്ട്. ഇവിടെ താഴെ സ്റ്റോറേജ് സ്പേസ്, ചെറിയൊരു സ്പേസ്, ഒരു ഗാർഡൻ സ്പേസ് പോലെ ഇൻഡോർ പ്ലാന്റുകൾ വയ്ക്കാൻ പറ്റിയൊരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ നൽകിയിരിക്കുന്നത്. 2 ഹാങ് ലൈറ്റുകൾ ഇവിടെ കാണാം. ഇവിടെയും ആ വാൾപേപ്പർ പോലത്തുള്ള ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണിത്. ഇവിടെ ഗ്രാനൈറ്റ് ആണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ നൽകിയിരിക്കുന്നത്. കിച്ചനും വർക്ക് ഏരിയയും നമുക്ക് ഈ വീട്ടിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് കിച്ചൺ. താഴെയും മുകളിലും കബോർഡുകൾ വരുന്നത്. ബ്ലാക്ക് കളറിലുള്ള ഹാൻഡിലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കിച്ചൺ വിൻഡോ നേരെ കൊടുത്തിരിക്കുന്നു. ഈ കൗണ്ടർ ടോപ്പ് ഇവിടെ നമ്മൾ വർക്ക് ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയ. അത് കോൺക്രീറ്റിൽ കിച്ചൻ്റെ ഭാഗം തന്നെയാണ് വർക്ക് ഏരിയ.
ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് പോലെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതാണ് വർക്ക് ഏരിയ സ്പേസ്. ഇവിടെ ഒരു സിങ്ക്, മാറ്റ് ഫിനിഷ് ഉള്ളതാണ്, സിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് വർക്ക് ഏരിയയിലേക്ക് ഒരു ജനൽ പ്രകാശത്തിന് വേണ്ടി അവിടെയും നൽകിയിരിക്കും. താഴെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഈ വീടിന് അവൈലബിൾ ആയിട്ടുള്ള ബെഡ്റൂം കാണാം. താഴത്തെ നിലയിലുള്ള ബെഡ്റൂം ഇതാണ്. അപ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആണ് ബെഡ്റൂം. ഇവിടെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്, ഡ്രസ്സിങ് ഏരിയ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു വർക്കിംഗ് ടേബിൾ പോലെ ഇവിടെ മൾട്ടിവുഡിൽ ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് വശത്തും ജനലുകൾ വരുന്നത് കാണാം. ഇവിടെ ഒരു 2 പാളി ജനലാണ്. ഇവിടെ ഓരോ പാളികളിലെ ജനൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഇരിക്കാനുള്ള സ്പേസ് ഈ ബെഡ്റൂമിൽ കൊടുത്തിട്ടുണ്ട്. ഈ വിൻഡോനോട് ചേർന്നിട്ട് നമുക്കിവിടെ ഇരിക്കാനായിട്ടൊരു കുഷ്യനെല്ലാം കൊടുത്ത് ചെയ്തിരിക്കുന്നു. അത് നല്ല ഒരു സ്പേസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ബാത്റൂം വരുന്നത് ഇവിടെയാണ്. ബാത്റൂമിൻ്റെ ഡോറ് PVC-യിലാണ് കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് അല്പം കുറവുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളതാണ് ബാത്റൂം. ഗ്ലോസി ആയിട്ടുള്ള ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഷവർ കാണാം. ചെറിയുടേതാണ് സാനിറ്ററി ഫിറ്റിങ്സുകൾ. ഇവിടെ വരുമ്പോൾ സെൻട്രൽ ഭാഗത്ത് ക്ലോസറ്റ്, കയറ് വരുമ്പോൾ തന്നെ വാഷ് ബേസിനും ചെയ്തിട്ടുണ്ട്. 2 ബെഡ്റൂം വരുന്നത് മുകളിലത്തെ നിലയിലാണ്. ഇനി അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ നിന്നാണ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെപ്പിൽ കൊടുത്തിരിക്കുന്നത് വുഡൻ ഫിനിഷ് വരുന്ന ടൈലാണ്. ഹാൻഡ് റെയിൽ വരുന്നത് സ്ക്വയർ ട്യൂബിലാണ്. ഈ ഭിത്തിയിൽ നോക്കിയാൽ അറിയാം, മുകളിലേക്ക് നോക്കിയാൽ അറിയാം, നല്ലൊരു സിമെൻറ്റ് ടെക്സ്ചർ വർക്ക്. ബാക്കിലേക്ക് ഇറങ്ങി നിന്ന് നോക്കിയാലാണ് മനസ്സിലാവുള്ളൂ. ഫുള്ള് ഇങ്ങനെ ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. മുകളിൽ പർഗോള നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല നാച്ചുറൽ ലൈറ്റ് വീടിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് പോകേണ്ടത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടെ ഒരു എൽ ഷേപ്പ് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, അവിടെ ഒരു ബെഡ്റൂമും കൊടുത്തിട്ടുണ്ട്. ഇതാണ് അപ്പർ ലിവിംഗ് സ്പേസിൻ്റെ മെയിൻ ഏരിയ വരുന്നത്. ഇവിടെ ഒരു ജനൽ കാണാം. അതുപോലെ തന്നെ ഒരു ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. ബെഡ്റൂമിൽ ഫോൾ സീലിംഗ് വർക്കുകൾ വളരെ കുറച്ച് മാത്രമാണ് ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത്. നമ്മുടെ തട്ടിൽ തന്നെയാണ് ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാർഡ്രോബ് ഒന്നും ചെയ്തിട്ടില്ല. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു വാർഡ്രോബിന് ചെയ്യാനുള്ള ഡെഡിക്കേറ്റഡ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബാത്റൂം. ബാത്റൂം സ്പേഷ്യസ് ആണ്. താഴത്ത് കണ്ട അത്രയും വലിപ്പമുള്ള വലിയ ബാത്റൂം. സെയിം ടൈപ്പ് ടൈലുകൾ, ഫിറ്റിങ്സുകളെല്ലാം സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 3 ബെഡ്റൂമാണ് ഈ വീടിനുള്ളതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ബെഡ്റൂം കൂടി കാണാനുണ്ട്. അത് നമ്മൾ വരുന്നത് ആ സ്റ്റെപ്പ് കയറി വരുമ്പോൾ നേരെ നോക്കുമ്പോൾ തന്നെ ആ ബെഡ്റൂമാണ്. ഇതാണ് ആ ബെഡ്റൂം. നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അത്ര വലിപ്പം ഈ ബെഡ്റൂമിന് ഇല്ല. നോക്കിയാൽ അറിയാം, ഒരു ജനൽ മാത്രമാണ് ഫ്രണ്ടിൽ നിന്ന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു ഡ്രസ്സിങ് ഏരിയയ്ക്ക് വേണ്ടിയുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാത്റൂം വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ബാത്റൂമിൻ്റെ ടൈലുകളും ഫിറ്റിങ്സുകളൊക്കെ അത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്. അത് ഇവിടെയാണ് വരുന്നത്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ നേരെ നോക്കുന്നത് യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസ് ആണ് ഇവിടെ വരുന്നത്. വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വരുന്നത്. ടാപ്പ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വേസ്റ്റ് പോകാനുള്ള പൈപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് മുകളിലേക്ക് പോകാനുള്ള, ടെറസിലേക്ക് പോകാനുള്ള ഒരു ഗോവണിയാണ്. അപ്പോൾ ടെറസിലേക്ക് ഗോവണി വരികയാണ്. ബാൽക്കണി ഇവിടെ ആയിട്ടാണ്, വീടിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ടാണ് ബാൽക്കണി വരുന്നത്. ഇവിടെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. ഈ പാരപ്പറ്റ് കൊടുത്തിരിക്കുന്നത് സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടാണ്. താഴത്ത് നമ്മൾ കണ്ട ഒരു പില്ലറുണ്ടല്ലോ, അതേപോലെയുള്ളൊരു പില്ലർ ഇവിടെ വരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ മനോഹരമായിട്ട് നിർമ്മിച്ച ഒരു വീടാണ്. 4.5 സെൻറ്റ് സ്ഥലത്ത് 1784 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച ഒരു 3 ബെഡ്റൂം വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. മനോഹരമായിട്ടുള്ളൊരു വീടാണ്. നല്ലൊരു ലൊക്കാലിറ്റിയിൽ നിർമ്മിച്ച വീട്. 2 വാഹനം പാർക്ക് ചെയ്യാം. കിണർ വെള്ളം അവൈലബിൾ ആയിട്ടുണ്ട്. KW വാട്ടർ കണക്ഷനും. ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്ററാണ് ദൂരം. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്റർ ദൂരമുണ്ട്. സമരിറ്റൻ ഹോസ്പിറ്റലിലേക്ക് വെറും 2 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. അപ്പോൾ മനോഹരമായിട്ടുള്ള എലിവേഷൻ നിർമ്മിച്ച ഈ വീടിൻ്റെ വില അറിയണ്ടേ? 74 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. വീട് കാണാനും വീടിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഞങ്ങളുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. വിളിക്കാവുന്നതാണ്. അപ്പോൾ നന്ദി.